السلام عليكم ورحمة الله وبركاته. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുള്ള മുനീർ അഹമ്മദ് അസീം അയ്യദുല്ലാഹു തആല ബിനസ്രിൽ അസീസ് നമുക്ക് നൽകുന്ന വിശുദ്ധ ഖുർആൻ വിശദീകരണ പാഠങ്ങളിൽ സൂറ ആൽ ഇമ്രാനിലെ 185 വചനത്തിന് നൽകുന്ന വിശദീകരണം. താങ്കളെ അവർ കളവാക്കിയെങ്കിൽ താങ്കൾക്ക് മുമ്പ് വന്ന അനേകം പ്രവാചകരെയും അവർ കളവാക്കിയിട്ടുണ്ട്. അവരുടെ മുമ്പിൽ ഒരു വ്യക്തമായ തെളിവുകളും ഏടുകളും പ്രകാശമാനമായ ഗ്രന്ഥവും ഒക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. എങ്കിൽ പോലും അവർ അപ്രകാരം കളവാക്കിയിട്ടുണ്ട്. പ്രസ്തുത വചനത്തിൻ്റെ വിശദീകരണത്തിൽ സയ്യിദ് ഖലീഫത്തുള്ള പറയുന്നു, ദ ഹോളി പ്രൊഫറ്റ് മുഹമ്മദ് പീസ് ബി അപ്പോൺ ഹിം, പരിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ was accused of lying about Allah. അള്ളാഹുവിനെ പറ്റി കളവ് പറയുന്നവനാണ് എന്നാണ് അവർ ആരോപണം ഉന്നയിച്ചത്, കുറ്റം ആരോപിച്ചത്. About the revelations he was receiving from the heavens. ഉന്നതങ്ങളിൽ നിന്ന്, അള്ളാഹുവിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിച്ച വെളിപാടുകളെ സംബന്ധിച്ച് അവർക്ക് അറിവ് കൊടുത്തപ്പോൾ ഇത് കളവാണ് എന്നാണ് അവർ പറഞ്ഞത്. The Arabs thought he was from the satanic waters instead of from Allah. അള്ളാഹുവിൽ നിന്നുള്ള വചനത്തിന് പകരം ഏതോ പിശാച് ദുർബോധനം നൽകുകയാണ് എന്നാണ് അവർ കരുതിയത്. He was known by one and all as truthful. ഈ പ്രഖ്യാപനം അള്ളാഹുവിൽ നിന്നുള്ള വഹി ലഭിക്കുന്നു എന്നുള്ള ഈ കാര്യം നൽകുന്നതിന് മുമ്പ് അദ്ദേഹത്തെപ്പറ്റി ഹി വാസ് നോൺ ബൈ വൺ ആൻഡ് ആൾ, എല്ലാവരും അദ്ദേഹത്തെപ്പറ്റി മനസ്സിലാക്കിയിരുന്നത്. അതായത് അള്ളാഹുവിൽ നിന്നുള്ള വഹി ലഭിക്കുന്നു എന്ന പ്രഖ്യാപനം അദ്ദേഹം അവരുടെ മുമ്പാകെ നടത്തുന്നതിന് മുമ്പ് എല്ലാവരും ഒന്നാണ്ട് ആൾ അദ്ദേഹത്തെപ്പറ്റി പറഞ്ഞത് ആസ് ട്രൂത്ത്ഫുൾ, അദ്ദേഹം സത്യവാനായ ആളാണ്. ട്രസ്റ്റ് വർത്തി, അദ്ദേഹം വിശ്വസ്തനായ ആളാണ്. ഗുഡ് ആൻഡ് ജനറസ് പേഴ്സൺ, നല്ലവനും ധാർമ്മിക ബോധമുള്ളവനും ഒക്കെയാണ് എന്ന് എന്തൊക്കെ നന്മ നിറഞ്ഞ പേരുകൾ ഉണ്ടായിരുന്നോ അതൊക്കെ അദ്ദേഹത്തിന് അവർ സമ്മാനിച്ചു. He had such exceptional qualities. ഇത്തരത്തിലുള്ള അനിതരസാധാരണമായ ഗുണങ്ങൾ അദ്ദേഹത്തിൽ വിലസി നിന്നിരുന്നു. That people never hesitated to come to him to resolve their problems. ഇത്രയും ഗുണമഹിമയുള്ള പ്രസ്തുത വ്യക്തിയുടെ അടുത്തേക്ക് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി അവർ വരികയും ചെയ്തിരുന്നു. After his proclamation as messenger of Allah, ഞാൻ അള്ളാഹുവിൻ്റെ ദൂതനാണ് എന്നുള്ള പ്രഖ്യാപനത്തിന് ശേഷം the majority of the people
ബഹുഭൂരിഭാഗം ആളുകളും who used to laud him for his virtuous qualities, അദ്ദേഹത്തിൻ്റെ മഹത്വപൂർണമായ ഗുണഗണങ്ങളെ സംബന്ധിച്ച് പുകഴ്ത്തി പറഞ്ഞിരുന്ന ആളുകളിൽ ബഹുഭൂരിഭാഗവും ടേൺഡ് ഓൺ ദെയർ ബാക്സ്, അദ്ദേഹത്തിനെതിരായി തിരിഞ്ഞു. ആൻഡ് കാൾഡ് ഹിം എ ലയർ, എന്നിട്ട് പറഞ്ഞ് ഇവനൊരു കള്ളനാണ്. അപ്പോൾ ഇന്നലെ വരെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരുന്നവരാണ്. ഇന്ന് അദ്ദേഹം ഈ ഒരു സത്യം പറഞ്ഞപ്പോൾ അദ്ദേഹം കള്ളനാണെന്ന് ബഹുഭൂരിഭാഗം ആളുകളും പറഞ്ഞു. ഡെസ്പൈറ്റ് ദ ഫാക്ട് ദാറ്റ് ഹി നെവർ ടോൾഡ് എ ലൈ ഇൻ ഹിസ് ഹോൾ ലൈഫ്, തൻ്റെ ജീവിതത്തിൽ ഇതുവരെയുള്ള തൻ്റെ ജീവിതത്തിൽ ഒരു കള്ളം പോലും പറഞ്ഞിട്ടില്ല എന്ന് സാക്ഷ്യം പറഞ്ഞവർ തന്നെ ഇദ്ദേഹം പറയുന്നത് കള്ളമാണ് എന്ന്. ആസ് ഫോർ ദ അതർ പ്രോഫറ്റ്സ്, മറ്റ് പ്രവാചകന്മാരെ സംബന്ധിച്ചിടത്തോളം, ഈവൻ ദോ ദേ ഡിഡ് നോട്ട് റീച്ച് ദ സെയിം പെർഫെക്ഷൻ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അതേ സമ്പൂർണതയിൽ എത്തുവാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിലും, ആസ് ദ ഹോളി പ്രൊഫറ്റ് മുഹമ്മദ് പീസ് ബി അപ്പോൺ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അതേ സ്റ്റാറ്റസിൽ, അതേ നിലവാരത്തിൽ അവർക്ക് ഉയർന്നു വരുവാൻ കഴിഞ്ഞിട്ടില്ല എങ്കിലും, ബട്ട് നെവർത്ത്ലെസ്, എന്നിരുന്നാലും ദേ വെർ ഹൈലി പയസ് പീപ്പിൾ, അവർ സമുന്നതമായ സാത്വികരായ ആളുകളായിരുന്നു. എക്സെപ്ഷണലി ചെരിഷ്ഡ് ഇൻ ദ ഐസ് ഓഫ് ഗോഡ്, വിശിഷ്യ അള്ളാഹുവിൻ്റെ കണ്ണുകളിൽ അവർ വളരെ വാത്സല്യമുള്ള ആളുകളായിരുന്നു മറ്റ് പ്രവാചകന്മാർ. അപ്പം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അതേ സ്റ്റാറ്റസിൽ അവർക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞില്ലെങ്കിലും മറ്റുള്ള പ്രവാചകന്മാരെയും അല്ലാഹു തആല അവരെ വാത്സല്യത്തോടെ സ്നേഹത്തോടെയാണ് നോക്കിക്കണ്ടിരുന്നതും. അള്ളാഹുവിൻ്റെ വീക്ഷണത്തിൽ കണ്ണുകളിൽ അവർ അതുല്യരായ ആളുകൾ തന്നെയായിരുന്നു. ഫോർ ആൾ ഓഫ് ദം, അവരെല്ലാവരും, their lives before the call to prophethood were of an exquisite nature. ഈ പ്രവാചകന്മാരായിട്ട് വരുന്നവരെല്ലാവരും ഈ പ്രവാചകത്വവാദത്തിന് മുമ്പുള്ള അവരുടെ ഒരു ജീവിത ചക്രമുണ്ട്. ആ ജീവിത ചക്രത്തിൽ അവർ വളരെ നല്ലവരായിട്ടാണ് ആ നാട്ടിൽ അറിയപ്പെടുന്നത്. Thus, by revealing this verse, ഈ വചനത്തിലൂടെ വെളിവാക്കപ്പെടുന്നത്, Allah wants to make known to the holy prophet of Islam, അല്ലാഹു തആല ഇസ്ലാമിൻ്റെ പരിശുദ്ധമായ ഈ പ്രവാചകൻ അറിയപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നു. ആൻഡ് ടു ആൾ ദ പ്രോഫറ്റ്സ്, അതോടൊപ്പം മറ്റെല്ലാ പ്രവാചകന്മാർ, ഹു ഷാൽ കം ആഫ്റ്റർ ഹിം, അദ്ദേഹത്തിന് ശേഷം വരുന്ന പ്രവാചകന്മാരും അറിയപ്പെടണം. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അതിന് ശേഷം വരുന്ന പ്രവാചകൻ, ടു അപ്ഹോൾഡ് ദ വെറാസിറ്റി, അവർ ഈ നന്മ ഉയർത്തിപ്പിടിക്കുന്നവരായിരിക്കണം, ഓഫ് ദ റിലീജിയൻ ഓഫ് ഇസ്ലാം, ഇസ്ലാം മതത്തിൻ്റെ നന്മകൾ ഉയർത്തിപ്പിടിക്കുന്നവരായിരിക്കും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അദ്ദേഹത്തിന് ശേഷം വരുന്ന പ്രവാചകന്മാർ. ദാറ്റ് ലൈക്ക് ദ മെസ്സഞ്ചേഴ്സ് ഹു കെയിം ബിഫോർ ദം, അദ്ദേഹത്തിന് മുമ്പ് വന്നിരുന്ന പ്രവാചകന്മാർ എപ്രകാരം ആയിരുന്നുവോ ദീനുൽ ഇസ്ലാമിന് വേണ്ടി നിലകൊണ്ടത്, അതുപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം വരുന്നവരും ഈ ദീനിനെ ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നവരായിരിക്കും. ദേ ആൾസോ ഷാൽ ബി ടാർഗറ്റ്സ് ടു ദ സെയിം കൈൻഡ്സ് ഓഫ് അക്യൂസേഷൻസ്. അതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം ഈ ദീനിനെ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി നൂറ്റാണ്ടുകളിലൂടെ അല്ലാഹു തആല നിയോഗിക്കപ്പെടുന്ന ആളുകളുടെ മേലും ഇതേ ആരോപണങ്ങൾ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ എന്ത് ആരോപണങ്ങൾ അവരുടെ ജനത തൊടുത്തുവിട്ടോ അതേ ആരോപണങ്ങൾ അവർ തൊടുത്തുവിടുന്നത് ആയിരിക്കും. ബീയിങ് ലയേഴ്സ്, അത് ചിലപ്പം കള്ളന്മാരാണെന്ന് പറയാം. സോർസറേഴ്സ്, ഈ ആഭിചാര പ്രവൃത്തികളൊക്കെ ചെയ്യുന്നവരാണെന്ന് പറയാം. അഡൾട്ടറേഴ്സ്, അല്ലെങ്കിൽ ദുർമാർഗികളാണ്, അവർ മോശപ്രവൃത്തി ചെയ്യുന്നവരാണെന്ന് പറയാം. ഓർ ക്രിമിനൽസ്, അല്ലെങ്കിൽ കൊലയാളികളാണ്. ഇത്തരത്തിൽ സമൂഹത്തിൽ ഏറ്റവും മോശമായ എന്തൊക്കെ ആരോപണങ്ങളുണ്ടോ ആ ആരോപണങ്ങൾക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം
ആ ദീനുൽ ഇസ്ലാമിനെ പ്രചരിപ്പിക്കുന്നതിനായിട്ട് പരിഷ്കർത്താക്കളായ പ്രവാചകന്മാരായി വരുന്ന ആളുകളുടെ മേലും ഇപ്രകാരമുള്ള ആരോപണങ്ങളെല്ലാം ഉണ്ടാകുന്നതാണ് എന്നതിലേക്കുള്ള തെളിവും കൂടിയാണിത്. They shall go through the same persecutions. അപ്പോൾ അപ്രകാരം വരുന്ന ആളുകളും ഇതേ രീതിയിലുള്ള പീഡനങ്ങളിലൂടെ കടന്നു പോകേണ്ടതായി വരും. ലൈക്ക് ദെയർ predecessors, അവരുടെ മുൻഗാമികൾ പ്രവാചകന്മാർ എപ്രകാരം മോശമായ സമീപനം ജനങ്ങളിൽ നിന്ന് അവർക്ക് ലഭിച്ചുവോ അതുപോലെയുള്ള മോശ സമീപനങ്ങൾ ഇപ്രകാരം ഈ ദീനിനെ നവീകരിക്കാനായി വരുന്ന പ്രവാചകന്മാരുടെ മേലും അവർ ഉന്നയിക്കുന്നതാണ്. The prophets of Allah who like them came forward with the clear signs from Allah. അവരൊക്കെ വരുന്നത് അള്ളാഹുവിൽ നിന്നുള്ള വ്യക്തമായ തെളിവുമായിട്ടാണ്. അള്ളാഹു തആല മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പ്രവചനം ചെയ്ത ഹദീസുകൾ, വചനങ്ങൾ അവരുടെ മുമ്പാകെ വെച്ച് അവരത് വിശ്വസിക്കുന്നവരാണെന്നാണ് പറയുന്നത്. അവരുടെ മുൻപിൽ വെച്ചുകൊണ്ട് വ്യക്തമായ തെളിവുകളുമായി ദൃഷ്ടാന്തങ്ങളുമായിട്ടാണ് അത്തരത്തിലുള്ള പ്രവാചകന്മാർ ഈ ദീനിനെ സമുദ്ധരിക്കാനായി കാലാകാലങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അത് ഖിയാമത്ത് നാൾ വരെ ഈ പ്രക്രിയ തുടർന്നുകൊണ്ടിരിക്കും. കാരണം അല്ലാഹു തആല മുത്തക്കല്ലിമാണ്, സംസാരിക്കുന്നവനാണ്. അവൻ അവൻ്റെ ദാസന്മാരുമായി സംസാരിച്ചു കൊണ്ടിരിക്കും. ഈ ദീനിനെയും ഈ ദീനിൻ്റെ മഹത്വത്തെയും ഒരു രീതിയിലും അവൻ ഇകഴ്ത്തിക്കളയുന്നതല്ല. ഇത് അവൻ്റേതാണ്. അവൻ തന്നെ അതിനെ സംരക്ഷിക്കുവാനുള്ള ഏർപ്പാടും അവൻ ചെയ്യുന്നതാണ്. ഹൂ ലൈക്ക് ദം കെയിം ഫോർവേഡ് വിത്ത് ക്ലിയർ സൈൻസ്. മറ്റുള്ള പ്രവാചകന്മാർ വന്നപ്പോൾ അവരെന്ത് വ്യക്തമായ തെളിവുകളുമായി വന്നുവോ അതേ രീതിയിൽ അല്ലാഹുവിൽ നിന്നുള്ള വ്യക്തമായ തെളിവുകളുമായിട്ടാണ് വരുന്നത്. ആൻഡ് വിത്ത് ഹിസ് ഹോളി വേഴ്സസ്, അതുപോലെ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ വചനങ്ങൾ ആൻഡ് റെവലേഷൻസ് ടു ഡെലിവർ ടു ദ പീപ്പിൾ, അത് ജനങ്ങൾക്ക് പകർന്നു നൽകുന്നതിന് വേണ്ടി അള്ളാഹുവിൽ നിന്നുള്ള വചനങ്ങൾ, വെളിപാടുകൾ അവർക്ക് പകർന്നു നൽകി യഥാർത്ഥമായ ദീനുൽ ഇസ്ലാമിലൂടെ അവരുടെ ജീവിതം നയിക്കുന്നതിന് ഉള്ള അവസരങ്ങൾ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. സോ ദാറ്റ് ദേ മേ ബിയർ വിറ്റ്നസ് ടു ദ ട്രൂത്ത് ആൻഡ് റെക്കഗ്നൈസ് ഇറ്റ്. അങ്ങനെ നൽകുമ്പോൾ സത്യഭക്തന്മാരായ ആളുകൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുകയും തിരിച്ചറിയുകയും അതിനെ സ്വീകരിക്കുകയും ചെയ്യുന്നതാണ്. അലാസ് ഫോർ ദ പീപ്പിൾ, അത്ഭുതമെന്ന് പറയട്ടെ, ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ദ മെജോറിറ്റി ഓഫ് ദം, അവരിൽ ബഹുഭൂരിഭാഗവും ഡെസ്പൈറ്റ് വിറ്റ്നസിങ് ദ സൈൻസ് ആൻഡ് ഡിവൈൻ മാനിഫെസ്റ്റേഷൻസ്, ഈ വ്യക്തമായ തെളിവുകളും അടയാളങ്ങളും അവരുടെ മുമ്പിൽ പ്രത്യക്ഷമായാലും ടേൺ ബ്ലൈൻഡ് ഐസ് ടു ദം, അവരുടെ നേരെ അവർ കണ്ണടച്ച് കളയുന്നു. ആൻഡ് ഗോ ആസ്ട്രേ, എന്നിട്ട് അവർ തെറ്റായ വഴികളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. ഇൻ ദെയർ അൺബിലീഫ്, ആ വിശ്വാസത്തിലൂടെ തന്നെ അവർ മുന്നേറിക്കൊണ്ടിരിക്കുന്നതാണ്. ആൻഡ് ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് ദേ ഡു നോട്ട് ഹെസിറ്റേറ്റ് ടു ഗിവ് ദ പ്രോഫറ്റ്സ് ഓഫ് അല്ലാ ഓൾ സോർട്സ് ഓഫ് ഈവിൾ നെയിംസ്. അത് മാത്രമല്ല, ഈ വന്ന ഇത്തരത്തിലുള്ള അള്ളാഹുവിൻ്റെ ദൂതന്മാർ അവരുടെ മേൽ ചാർത്താവുന്ന എല്ലാ മോശമായ പദപ്രയോഗങ്ങളും അവർ ചാർത്തി കൊടുക്കുകയും ചെയ്യും. ആൻഡ് ട്രൈ ടു ബാർ ബൈ ഓൾ മീൻസ് ടു പ്രോഗ്രസ് ഓഫ് ദ റിലീജിയൻ ഓഫ് അല്ലാ, അള്ളാഹുവിൻ്റെ മതത്തിൻ്റെ പുരോഗതിയെ ഏതെല്ലാം രീതിയിൽ തടസ്സപ്പെടുത്തുവാനും തടയുവാനും കഴിയുമോ അതെല്ലാം അവർ ചെയ്തുകൊണ്ടിരിക്കും. എങ്കിലും ഈ വരുന്ന ദൂതന്മാർ അവരുടെ ഉത്തരവാദിത്വ നിർവഹണം നിറവേറ്റുകയും ഒരു ന്യൂനപക്ഷം തീർച്ചയായിട്ടും അവരുടെ പുറകിൽ അണിനിരക്കുകയും അങ്ങനെ ദീനുൽ ഇസ്ലാമിൻ്റെ യഥാർത്ഥമായ അധ്യാപനം ലോകത്ത് നിലനിർത്തിക്കൊണ്ടു പോവുകയും ചെയ്യുക തന്നെ ചെയ്യും. ഇതാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു തൗഫീഖ് ആണെങ്കിൽ നാളത്തെ പ്രഭാതത്തിൽ അടുത്ത വചനവുമായി നമുക്ക് സംസാരിക്കാം. ജസാക്കുമുല്ലാഹു ഖൈറൽ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.